വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ എല്ലാം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് ഗാർണിഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഉപ്പുപൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ അച്ചാറിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ അതിലേക്കൊക്കെ ഉപ്പ് നന്നായിട്ട് ചേർത്ത് വന്നോളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 കഷ്ണം ഇഞ്ചി, 2 കൂട് വെളുത്തുള്ളി, ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതുപോലെ 5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണിത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 200 ml നല്ലെണ്ണയാണ് ഞാൻ ഈ 3/4 കിലോ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് നല്ല തീയിൽ തന്നെ പെട്ടെന്ന് പൊരിച്ചെടുക്കണേ. ഒരുപാട് തീ സ്ലോയിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ ചിക്കന് വല്ലാതെ ഹാർഡായി പോവുക. നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് പൊരിച്ച് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ഞാൻ ഒന്നായിട്ട് ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഫ്രൈ ആയി ഒന്നും വരണ്ട, ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതിയേ. നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാവുക, അല്ലെങ്കിൽ നമ്മൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവുക. നമുക്കിനി തീ ഓഫ് ചെയ്തിടാം. ഇതിലേക്ക് ഉലുവപ്പൊടി, കായപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ചേർക്കുന്നത്. ഞാൻ അല്പം കൂടെ ഇത് അച്ചാർ റെഡി ആയതിനു ശേഷം പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് നമ്മളെ മന്തി റൈസിൻ്റെയും ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമ്മളിങ്ങനെ റെഡിയാക്കുന്ന അച്ചാർ 2 ദിവസമെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷമുള്ള നമ്മൾ ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റാവും. ഒരു 2-3 മാസമൊക്കെ വളരെ കേടില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത്.